ചേട്ടാ സത്യത്തിൽ ഞാൻ സ്റ്റാൻഡപ്പ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടില്ല. നമുക്ക് കുറച്ചു നേരം കൊച്ചു വർത്താനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാം. ഞങ്ങളുടെ അവസ്ഥ, അതായത് ഈ ന്യൂ ജനറേഷൻ, നമ്മുടെ അവസ്ഥ ഒരു കണക്കിന് ഭയങ്കര കഷ്ടമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കല്യാണത്തിന് പോയി. കിടിലം സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയൊക്കെ ഇരുന്ന് ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചുറ്റുമുള്ള അവിയലിനെ പോലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അമ്മാതിരി സദ്യയായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരം ഏതാണ്ട് ചിപ്സിന് ചക്കര വരട്ടിയിൽ അവിഹിതം സംഭവിച്ച കണക്കത്ത് ഒരു മാമ ഉരുണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഉണക്കക്കൊഞ്ചുണ്ടോ, UK പോകുന്നുണ്ടോന്ന്. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യം എന്തോന്നറിയാവോ? UK പോകുന്നുണ്ടോന്നാ. UK പോകുന്നുണ്ടോ. ഈ ചോദിക്കുന്ന വേട്ടാവളിമാരുടെ ചോദ്യം കേട്ടാ വിചാരിക്കും UK പോകുന്ന ഫ്ലൈറ്റ് ഓടിക്കുന്ന എന്റെ കൊച്ചനും അതിനകത്തിരിക്കുന്ന എയർഹോസ് എന്റെ കുഞ്ഞമ്മയും 1 ലിറ്റർ മണ്ണെണ്ണ കൊടുത്താൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കി തരുമെന്നുവാ. ചേട്ടാ അങ്ങനെ നമ്മള് UK പോകണമെങ്കിൽ എന്താണ്ട് പേപ്പറൊക്കെ വേണ്ടേ? പിന്നെ എന്തോ വേണം. പിന്നെ വേണം. എന്റെ കയ്യിൽ ആകെ ഉള്ളത് റേഷൻ കാർഡാ. അതിൽ എന്റെ പേര് കഴിഞ്ഞ ആഴ്ചയാണ് ചേർത്തത്. അത് ഞാൻ തന്നെ തുപ്പൽ കൊണ്ട് മായ്ച്ച് ചേർത്തതാ. അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന 5 കിലോ പഴുക്കലധികം പോയി കിട്ടി. അപ്പൊ ആ റേഷൻ കാർഡും വെച്ച് ഉമ്മറത്തിരുന്ന് തുഴഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് UK എത്തത്തില്ല. നീ മൈ ഡിയർ മാമന്മാരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊട്. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ദിവാകരൻ മാമനാണ് ഏറ്റവും വലിയ ക്രിമികടി UK പോകാൻ വേണ്ടിയിട്ട്. ഒന്ന് UK പോ കൊച്ചേ. എന്നോടുള്ള സ്നേഹം കൊണ്ടോ എന്റെ കുടുംബക്കാരെ രക്ഷപ്പെടുന്ന കാണുന്നതിനുള്ള ഇഷ്ടം കൊണ്ടോ അല്ല അവരിത് പറയുന്നത്. UK കൊണ്ടുവരുന്ന പാർട്ടീസിന് വേണ്ടിയിട്ടാണ്. അങ്ങേര് കണ്ട പട്ടച്ചാരയൊക്കെ കുടിച്ച് തുണി മണിയൊന്നും ഇല്ലാതെ റോഡിൽ കിടക്കാൻ വേണ്ടി ഞാൻ എന്തിനാണ് എന്റെ കിഡ്നി കണ്ട രാജ്യത്ത് കൊണ്ടുവന്ന് ചട്നി ആക്കുന്നത്? പിഷാരടിച്ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കുറച്ച് ടൂറിസ്റ്റ് വന്നിട്ട് വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ അവരെ വെൽക്കം ചെയ്യാൻ പോലും ഇവിടെ 10 പേരില്ല. എല്ലാവരും UK പോയി അല്ലേ? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കേൾക്കുന്ന ഉടനെ മോളിൽ നിന്ന് അശരീരി വരും. ദൈവത്തെ പറ്റിയാണോ സംസാരിക്കുന്നത്? ഒരുത്തിനും ഇവിടെ ഇല്ല, എല്ലാവരും UK കഴിഞ്ഞ മാസം പെർമനന്റ് റെസിഡൻസി അവിടെ കിട്ടിയെന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു പോയി തീയിരിക്കാൻ വിറകെടുക്കാൻ പോയപ്പോഴത്തേന് തൊണ്ടും ചിരട്ടയും ഓലമടലും എല്ലാം കൂടി ഇരുന്ന് ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നു. എനിക്കൊന്ന് അതുങ്ങളും വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗ്യത ഇല്ലാത്ത, എന്റെ പകുതി യോഗ്യത പോലും ഇല്ലാത്ത തൊണ്ടെങ്ങാണാ UK പോയാൽ ഞാൻ പിന്നെ ജീവിച്ചു നിന്നിട്ട് കാര്യമുണ്ടോ കേട്ടോ? പോരാത്തൊരു പാണ്ടി കരിമ്പാറ ഓലമടൽ എന്റെ മോന്തയ്ക്ക് നോക്കി ഫ്രഞ്ച് ഭാഷയിൽ എന്റെ തന്തയ്ക്ക് വിളിച്ചേക്കുന്നു. ഈ തിരിച്ചു വിളിക്കാൻ അറിയാൻ വയ്യാത്തോണ്ടല്ല. രാധിക ടീച്ചറിന്റെ മകളെല്ലാം പഠിച്ചു. ഓലമടലിനെ തന്തയ്ക്ക് വിളിക്കാൻ മാത്രം പഠിച്ചില്ല ഇതുവരെ. പഠിച്ചെത്തട്ടെ. നമ്മുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. റേഷൻ കട വഴി ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. BPL കാർഡുകാർക്ക് ഒരു ചെറിയ സൺസ്ക്രീൻ, ഒരു മോയ്സ്ചറൈസർ, ചെറിയൊരു ലിപ്സ്റ്റിക്ക് തന്നൂടെ? ചോദിക്കുന്നതാണോ തെറ്റ്? പോട്ടെ, ഓണസമയമാകുമ്പോൾ ഓണക്കിറ്റ് കൊടുക്കത്തില്ലേ? ആ ഓണക്കിറ്റിനകത്ത് 5 കിലോ പച്ചരി എടുത്ത് കളഞ്ഞിട്ട് ഒരു 5 GB ഫ്രീ നെറ്റ് തന്നൂടെ? പോടെ, ഇത്രയും നേരം വായിട്ട് അലച്ച സ്ഥിതിക്ക് ആ ഹോട്ട്സ്പോട്ട് എങ്കിലും ഒന്ന് ഓണാക്കി തന്നൂടെ? കഷ്ടമുണ്ട് ചേട്ടാ. എന്ത് കഷ്ടപ്പാടാണെന്നറിയാവോ? 300 രൂപയ്ക്കാണ് നമ്മൾ ഒരു മാസത്തേക്ക് ചാർജ് ചെയ്യുന്നത്. 2 GB ആണ് ഒരു ദിവസം ഉള്ളത്. 4 റീല്, 2 പൂച്ചയുടെയും 2 പ്രസവ റീലും കാണുമ്പോഴത്തേനും അത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഭാഗ്യത്തിന് അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായതുകൊണ്ട് ചോര നീരാക്കി മാസം എനിക്ക് ചാർജ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 2നും പെൻഷനുള്ള പ്രായവും ആയില്ല. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ വിധവാ പെൻഷനിൽ നിന്ന് കൈയിട്ട് വരുന്നതാ. പക്ഷെ അപ്പൂപ്പനാണെങ്കിൽ 5 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അന്ന് എനിക്ക് ഇത്ര സങ്കടം വന്നില്ല. പക്ഷെ ഈ 5 കൊല്ലം കൊണ്ട് കിട്ടേണ്ട പൈസ ഇരുന്ന് പെൻഷൻ പൈസ കൂട്ടി എടുത്തപ്പം പുള്ളിക്ക് അന്നേരം ഇത്ര ധൃതി പിടിച്ചു കൊണ്ട് ഒരാവശ്യമില്ലായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് പോയാൽ പോരായിരുന്നാ? എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ എനിക്ക് ആശ്വാസമായിട്ടുള്ളൂ. പക്ഷെ എൻ്റെ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴേ അമ്മ വിളിച്ചു ചോദിക്കും, ജോലി സ്ഥലത്ത് തന്നെ ആണോ? വലിഞ്ഞേറി UK പോയോ? കാലിന്റെ താഴെ കേരളം തന്നെ ആണോ? എങ്ങാണോ അവിടെ പോയി നല്ല കിടിലും ഒരു ചേച്ചീനെ കല്യാണം കഴിച്ചാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കേട്ടോ? കാര്യം അച്ഛൻ നമ്മുടെ ആണെങ്കിലും കയ്യിലിരിപ്പ് അമ്മയ്ക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ നോക്കിക്കോണം, എന്റെ സ്റ്റാൻഡപ്പിന് താഴെ എന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാത്ത അവരുടെ മക്കളായിരിക്കും കമന്റ് ഇടാൻ വരുന്നത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ എന്റെ കഴിഞ്ഞ സ്റ്റാൻഡപ്പിന് താഴെ 101 മക്കളാണ് എന്റെ അച്ഛന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ അച്ഛൻ ഒരു ധൃതരാഷ്ട്രവും അമ്മ ഒരു കൊച്ചു ഗാന്ധാരിയും വരുന്നത്. സത്യം എഴുതിയിടുന്നത് എങ്ങനെയാണെന്നറിയാവോ? അച്ഛനെ വിറ്റാണോ നീ ജീവിക്കുന്നത്? ഒരു നികൃഷ്ട ജീവിന്ന് കാണാൻ ഒരു ലുക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ മാനിയായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് നമുക്ക് ദേഷ്യം വരത്തില്ലേ? എന്റെ പൊന്നു ചേച്ചി, ചില കമന്റ് ബോക്സിൽ നിന്ന് വരുന്ന കമന്റ് കേൾക്കണം. കൊച്ചു പിള്ളേരാണോ വലിയവരാണോ അമ്മയുടെ പ്രായമാണോ ഒന്നും നോക്കത്തില്ല. ഇതുങ്ങളുടെ കമന്റ് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ രോമൊക്കെ ഇങ്ങനെ കോൾമേർ കൊണ്ട് ഇറങ്ങി നേരെ തൊട്ടടുത്ത ബീവറേജിൽ പോയി ഒരു 90 വാങ്ങിച്ച് ബോധം പൊക്കണില്ലാതെ സൈഡിൽ കിടന്ന് ഉറങ്ങും. അമ്മാതിരി കമന്റുകളാണ്. ഇനി ഈ കമന്റ് ഇടുന്ന ആരാന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫൈൽ ഫോട്ടോ കാണത്തില്ല, പേര് കാണത്തില്ല, നാണ് കാണത്തില്ല, എന്തിന് തന്തയും തള്ളയും പോലും കാണത്തില്ല. കാരണം നല്ല കുടുംബത്തിൽ ജനിച്ചു വരുന്നവർ ഇമ്മാതിരി കമന്റ് ഇടത്തില്ല. ഇതിന്റെ വേറൊരു വേർഷൻ ഉണ്ടല്ലോ, ഈ ലിങ്ക്. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് എന്റെ ഫോണിൽ ലിങ്ക് വന്നു. അക്ഷരാർത്ഥത്തിൽ കേരളക്കാരെ ഞെട്ടിത്തരിക്കാൻ പോകുന്നൊരു വാർത്തയെ കാണാൻ ഈ ലിങ്കിൽ ഞെക്കാൻ. വെളിവുള്ള ആരെങ്കിലും ആ ലിങ്കിൽ ഞെക്കുവോ? ഞാൻ ഞെക്കി. തുറന്നു നോക്കിയപ്പം
സ്വന്തമായി ദാഹിച്ചപ്പോ സ്വന്തം വാട്ടർ ബോട്ടിലിന്റെ അടപ്പൂരി സ്വന്തമായി വെള്ളം കുടിക്കുന്ന പിഷാരടിച്ചേട്ടൻ. ഞങ്ങൾക്കൊക്കെ പിന്നെ ദാഹിക്കുമ്പോ ഉടനെ ഫോൺ കറക്കി ഷാറുഖ് ഖാനെ വിളിക്കും. പുള്ളി അവിടെ നന്നായി തന്നെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ വന്ന് ഒരു കയ്യിൽ കൊടുത്ത് പൈപ്പിന്റെ മൂട്ടപ്പോൾ ഒരു വടം വെള്ളം എടുത്ത് അടുപ്പിനെ മുമ്പിൽ കൊണ്ടുവച്ച് കരിങ്ങാലിട്ട് തിളപ്പിച്ച് 2 ഗ്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി എനിക്ക് വെള്ളം തന്ന ദാഹം മാറിയിട്ട് ഹായ് ഗംഗ അടുത്ത തവണ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോകുന്നത്. ഇതിന്റെ വേറൊരെണ്ണം ഉണ്ട് ചേച്ചി. ഒരു നടി വന്നിറങ്ങിയപ്പോ എഴുതിയേക്കുവാ 4 ചക്രമുള്ള കാറിൽ വന്നിറങ്ങിയ നടിയെ മനസ്സിലായോ? ഞാൻ ഈ സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്യുന്നത് 4 ചക്രമുള്ള ഒരു കാർ എടുക്കാൻ വേണ്ടിയാ. എന്റെ അച്ഛൻ 1.25 ചക്രവും എന്റെ അനിയന് 2.5 ചക്രമുള്ള കാറാ. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ 4 ചക്രമുള്ള ഒരു കാറ് ചിലപ്പോൾ എനിക്കായിരിക്കും. സത്യം പറഞ്ഞാൽ ചന്ദനത്തിരിയുടെ മണം നമ്മൾ കേട്ടാൽ പോലും നാട്ടുകാർ പറയും കഞ്ചാവാന്ന്. ആരോടും മിണ്ടാതിരുന്നാ പറയും സൈക്കോയാന്ന്. ഇനി ഓവറായിട്ട് മിണ്ടിയാ പറയും നിങ്ങളവരുടെ കഥകൾ കേൾക്കണം, അഴുക്ക ചെറുക്കാൻ തന്തേക്കാ മോശം. പണ്ടൊക്കെ റോഡിലൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ബോയ്സിനോട് സംസാരിക്കുമ്പോഴായിരുന്നു പ്രശ്നം. ഇപ്പൊ ഗേൾസിനോടും സംസാരിക്കാൻ പറ്റത്തില്ല. ക്ലാസ്സിന് പോയപ്പോ ഏതോ ഒരു പെങ്കൊച്ചോട് ഞാൻ റോഡിൽ നിന്ന് സംസാരിച്ചാ. ഞാൻ വീടെത്തുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ വിവരം വന്നു രാധികയുടെ മോൾ ആളത്ര വിടുപ്പല്ല. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അത്ര കാര്യമൊന്നുമല്ല. വൈദപോയ തട്ടവിട്ട കുട്ടിയുടെ പേരെന്താണ്? എന്താണ് ഈ മംഗളവേദിയിൽ വെച്ച് ഞാൻ ഒരു കാര്യം അനൗൺസ് ചെയ്യണം. നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരുപാട് ഗുണമുണ്ട്. പല ഷോയിലും നമുക്ക് കണ്ടസ്റ്റൻസ് ആയിട്ട് വരെ പോകാൻ പറ്റും. ഒരു ഫ്രിഡ്ജ് എടുത്താൽ മീനും വെക്കാൻ ജ്യൂസും കുടിക്കാം. തൽപര കക്ഷിയല്ലെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ മൂഡ് പോയി കേട്ടാ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റാൻഡപ്പിൽ പറയാം. നന്ദി.